ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇറച്ചിപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളൊക്കെ എപ്പോഴും ഇറച്ചിപ്പത്തി ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒന്ന് വെറൈറ്റി ആട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/4 കിലോ ബീഫ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതിയേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 വിസിലോളം അതൊന്ന് അടിക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പം വേറൊരു പാത്രത്തിലേക്ക് 1.5 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഓയിലാട്ടോ. 1 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവും പൂരിയൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു പാകത്തിന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആ മാവൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസായി പോകേണ്ട, അത്യാവശ്യം നല്ല ടൈറ്റായിട്ടും എന്നാൽ അധികം ടൈറ്റ് ഇല്ലാതെയും വേണം കേട്ടോ നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മാവ് തന്നെയാട്ടോ ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ബീഫിൽ ബീഫൊക്കെ നമ്മൾ ഈ ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് കളയണ്ട കേട്ടോ. കളയാതെ അത് അവിടെ തന്നെ മാറ്റി വെക്കാം. നമ്മളിപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വന്ന സമയത്തായിട്ട് നമ്മളതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാട്ട് ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഇറച്ചിപ്പത്തിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഇതെന്തായാലും ചെയ്യണം, എന്നാൽ മാത്രം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇറച്ചിപ്പത്തിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും നല്ലൊരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ല പാകത്തിന് ഇതുപോലായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ മീഡിയം സൈസുള്ള 3 സവാള ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് സവാള നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയം വരെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടി 1/4 ടീസ്പൂൺ മതിയാവട്ടോ. അതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. നമ്മൾ ഈ ഒരു കാശ്മീരി പൗഡറിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതലും മൊരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ബീഫും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് മാത്രം വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് കുറച്ചുകൂടി പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടച്ച് വെക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു 1/4 കപ്പ് വെള്ളം ഉണ്ടാവും. ഇനി നിങ്ങൾ നന്നായിട്ട് ബീഫ് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാ വെള്ളം ചേർത്താൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യമുള്ള മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തത് കൊണ്ട് തന്നെ നമ്മളെ മസാല നല്ല ഡ്രൈ ആയിട്ടല്ല കേട്ടോ ഉണ്ടാകാനും. ഈ ഒരു പാകത്തിനാട്ടോ നമ്മൾ എന്ത് മസാല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകാൻ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഒരു ഡ്രൈ ആയിട്ട് ഉണ്ടാകുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതുപോലെ ചേർക്കുമ്പോൾ തന്നെ
അപ്പോൾ ഇപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മസാല ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടൊന്ന് ആറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ മാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു മാവ് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വലുപ്പമുള്ള മാവ് എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ചപ്പാത്തിയുടെ ആ ഒരു പാകത്തിനാക്കിയിട്ട് മുറിച്ച് മുറിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ 2 ബോൾസ് എടുക്കാം. എന്നിട്ട് ഓരോന്നും നമുക്ക് നല്ല വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമുക്ക് മസാല വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കയ്യോട്ട പണി, ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല. പരത്തിയെടുത്താൽ മതി. ഒരു 2 പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മസാല വെച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് മസാല വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പരത്തി വെച്ചിട്ടുള്ള ഒരു പീസും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വേണം, നല്ല ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള സാധനം എടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മസാലയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും, ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല. 2 ഷീറ്റ് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒന്നുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അല്പം പൊടിയും കൂടി കയ്യിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇത്രയാളും കേട്ടോ പണി. ഇനി നമ്മളിതൊന്ന് ഒരു കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ടൊരു ഷേപ്പോ കാര്യം ഒന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇറച്ചിപ്പത്തിൽ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ടുള്ള സാധനം വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2 സൈഡൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതിയാവട്ടെ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൈദ വെച്ചിട്ടല്ലേ പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ടേസ്റ്റിനൊന്നും വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന് സൈഡൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. സംഭവം ഇപ്പം 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. 10-20 സെക്കൻഡ് കൊണ്ട് സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വാലിട്ടാൽ അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ലേ, ആ രീതിക്കുള്ള നമ്മൾ ഇറച്ചിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.